നമസ്കാരം സുഹൃത്തുക്കളെ. സ്റ്റേജ് 1 എക്സാം 18-ാം തീയതി കഴിഞ്ഞു. 10th പ്രിലിംസ്. അന്ന് തന്നെ സ്റ്റേജ് 2 ലീക്ക്ഡ് ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞു. 2 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ചിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണ്, അതെന്ത് ചെയ്യും, അടുത്ത എക്സാമുകളിലും അടുത്ത സ്റ്റേജിൽ എക്സാം എഴുതാൻ പോകുന്നവർ ഈ തരുന്ന ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നമ്മളൊരു 6 ക്ലാസ് ഉണ്ടാകും. ആ 6 ക്ലാസ്സിലൂടെ ഇനിയിപ്പോൾ ഇതുവരെ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലയോ, അടുത്ത് നമുക്ക് പ്രിലിംസ് കയറാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നവോത്ഥാന നായകരാണ്. നവോത്ഥാന നായകർ സ്റ്റേജ് 1 സ്റ്റേജ് 2 ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഒന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വാഗ്ബടാനന്ദൻ, വൈകുണ്ഠസ്വാമി, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, കുര്യക്കോസ് ഇലിയാസ് ചാവറ, ബ്രഹ്മാനന്ദ ശിവയോഗി, വി.ടി. ഭട്ടതിരിപ്പാട്, പണ്ഡിറ്റ് കറുപ്പൻ, പൊയ്കൽ യോഹന്നാൻ, എ.കെ.ജി. ഇവരെ കുറിച്ചിട്ടാണ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യങ്ങളുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ഉണ്ടാവും, ഇവരിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് 100% ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പൊ നവോത്ഥാന നായകരിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാൻ ഇത്രയും ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവരെല്ലാവരെയും ഒറ്റ ക്ലാസ്സിൽ ഒടിച്ചു പോകാം. രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ അതേപോലെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള 2 പേപ്പറിലും ആവർത്തിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ അതിലുണ്ടാകും. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരിക. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അദ്ദേഹം ജനിച്ചത്, ഞാൻ പറയുന്ന മുഴുവൻ പ്രീവിയസ് ചോദ്യങ്ങളാണ്, മനസ്സിലാകുന്നുണ്ടോ? 1856 കേട്ടോ. 1856 ഓഗസ്റ്റ് മാസം 20-ാം തീയതി അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. ജനനം എവിടെയാണ്? ചെമ്പഴന്തി. ജനനം ചെമ്പഴന്തി. ചെമ്പഴന്തി എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. 1856 ഓഗസ്റ്റ് 20-ന് ചെമ്പഴന്തിയിലെ തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം സമാധി ആയത് 1928-ലാണ്. 1928-ലാണ് അദ്ദേഹം സമാധിയായത്. അതൊന്ന് പഠിച്ചു വെക്കാം. ഇനി നാണു ആശാൻ എന്നറിയപ്പെട്ടത് ആരാണ്? നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവയാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഉൾപ്പെട്ട ആദ്യത്തെ മലയാളി, പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. പറയുന്ന ഓരോ കാര്യങ്ങളും പഠിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നാണു ആശാൻ എന്നറിയപ്പെട്ടതും ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഉൾപ്പെട്ട ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാലും ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ, അതുപോലെ തന്നെ നാണയത്തിലും ഉണ്ട് കേട്ടോ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ്. തപാൽ സ്റ്റാമ്പ് പറയുമ്പോൾ നമ്മൾ മറ്റേ ശ്രീലങ്കയുടെയാണ് കേട്ടോ. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ ഉൾപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ആര്? ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ നൂറ്റാണ്ടിന്റെ മലയാളിയായിട്ട്, നൂറ്റാണ്ടിന്റെ മലയാളി എന്ന് ആരാണ് വിശേഷണം കൊടുത്തത്? മലയാള മനോരമയാണ് കേട്ടോ. നൂറ്റാണ്ടിന്റെ മലയാളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മലയാള മനോരമയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന്റെ പ്രതിമകളാണുള്ളത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകളുള്ളത് ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം മരിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനും കൂടിയിട്ടാണ് ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രീവിയസ് ചോദ്യമാണ് ജനനം, അതുപോലെ തന്നെ മരണം. ജനനവും മരണവും അവധി ദിവസമാണ്. ആരുടെ? ശ്രീനാരായണ ഗുരുവിന്റെ കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ ജനനവും മരണവും അവധി ദിവസമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി, അങ്ങനെയല്ലേ ലീവ് വരുന്നത്? രണ്ടിനും എന്താണ്? ലീവാണ്. അതേപോലെ തന്നെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെ? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ഓക്കെ ആണല്ലോ? ഇനി അതേപോലെ തന്നെ ഈ ഒരു വിദ്യന്റെ പേരാണ് ഹഠയോഗ വിദ്യ കേട്ടോ. എന്താണ്? ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു കൊടുത്തത് തൈക്കാട് അയ്യയാണ്. ഹഠയോഗ വിദ്യ എന്ത് ചെയ്യുന്നത്? ശ്രീനാരായണ ഗുരുവിന് പകർന്നു കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അതേപോലെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് എന്ത് ചെയ്തു? ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചു 1887. എന്നിട്ട് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888-ലാണ്. കേൾക്കുന്നുണ്ടോ? 1887 അരുവിപ്പുറത്ത് ഒരു
ക്ഷേത്രം പണി കഴിപ്പിച്ചു. മനസ്സിലായോ? അരുവിപ്പുറത്ത് ഒരു ക്ഷേത്രം പണി കഴിക്കുകയും അരുവിപ്പുറത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് 1888 അതിന്റെ പിറ്റത്തെ വർഷം തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരുവനന്തപുരത്താണ് കേട്ടോ. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി അതേപോലെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കോട്ടിംഗ് ആണ് ഏത്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അല്ലെ? എവിടെ വെച്ചിട്ടാണ്? ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ട് 1924 ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് ഒരു ജാതി ഒരു മതം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആർക്ക്? മനുഷ്യന് എന്ന ആഹ്വാനം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അതേപോലെ ഈ ആലുവ അദ്വൈത ആശ്രമത്തിൽ മുന്നോട്ട് വെച്ച ഒരു ആപ്തവാക്യമുണ്ട്. മനസ്സിലായോ? ഇത് സന്ദേശമാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യനെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സന്ദേശമാണ്. എന്നാൽ ഒരു ആപ്തവാക്യം എന്ത് എന്ന് ചോദിച്ചാൽ ഓം സാഹോദര്യ സർവത്ര എന്നാണ്. എന്താണ്? ഓം സാഹോദര്യ സർവത്ര എന്നാണ്. അതുപോലെ തന്നെ ഈ ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം എവിടെയാണ്? പെരിയാർ നദീതീരത്താണ് കേട്ടോ. എവിടെയാണ്? പെരിയാർ നദീതീരത്താണ് ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദീതീരത്താണ്. ഓക്കെ ആണല്ലോ. ഈ ആലുവ സർവമത സമ്മേളനം നടക്കുന്ന വർഷം എപ്പോഴാ? 1924. ആ ആലുവ സർവമത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത്. അതിൽ വെച്ച ആപ്തവാക്യമാണ് ഏതെന്ന് പറയുന്നത്? ഓം സാഹോദര്യ സർവത്ര. ആലുവ സർവമത സമ്മേളനം നടന്നത് പെരിയാറിന്റെ തീരത്താണ്. അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെച്ചു. ഇനി ശ്രീനാരായണ ഗുരു ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒരു കണ്ണാടി പ്രതിഷ്ഠ. എവിടെയാണ് കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹം നടത്തിയത്? കണ്ണാടി പ്രതിഷ്ഠ കളവൻകോട് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. കളവൻകോട് കേട്ടോ. കളവൻകോട് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ. അതേപോലെ അദ്ദേഹം പല ക്ഷേത്രങ്ങൾ പണി കഴിപ്പിക്കുക ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇനി അതേപോലെ അദ്ദേഹം 1903 SNDP സ്ഥാപിച്ചു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 മെയ് മാസം 15 മാസം വിത്ത് ഡേറ്റും വന്നിട്ടുണ്ട്. 1903 മെയ് 15 അദ്ദേഹം SNDP സ്ഥാപിക്കുന്നത്. എവിടെയാണ്? കൊല്ലമാണ് കേട്ടോ. കൊല്ലമാണ് SNDPയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഈ SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനാരാ? SNDPയുടെ അതായത് എന്നും 1903 മുതൽ ഇനി SNDP ഉള്ളിടത്തോളം കാലവും അതിന്റെ അധ്യക്ഷൻ ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഓക്കെ. ഇനി നമുക്ക് ഇനി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പ്രീവിയസ് ചോദ്യം. നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്? നമ്മുടെ കഴിഞ്ഞ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? സ്റ്റേജിൽ വന്നിട്ടില്ല. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ എന്ത് ചെയ്തത്? രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ജി ശങ്കരക്കുറുപ്പാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. ഇത്രയും നേരം പഠിപ്പിച്ച കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് ഓക്കെ ആകണം, തെറ്റിക്കാൻ പാടില്ല. ഇനി അതേപോലെ ശ്രീനാരായണ ഗുരുവിന്റെ തമിഴ് കൃതിയുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു തമിഴ് കൃതിയുടെ പേര് ഏതെന്ന് ചോദിച്ചാൽ തേവര പതികങ്ങളാണ്. ഏതാണ്? തേവര പതികങ്ങൾ. തേവര പതികങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു തമിഴ് കൃതിയാണ്. അദ്ദേഹത്തിന്റെ സംസ്കൃത കൃതികളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ദർശനമാല, പിന്നെ നിർവൃതി പഞ്ചകം. ദർശനമാല വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിർവൃതി പഞ്ചകം, ദർശനമാല, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം, ചിദംബരാഷ്ടകം. ഏതാണ്? ചിദംബരാഷ്ടകം. ഇതൊക്കെ സംസ്കൃത കൃതികളാണ്. ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ടാഗോർ കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922 ശിവഗിരിയിൽ വെച്ചിട്ടാണ് കേട്ടോ. 1922 ശിവഗിരിയിൽ വെച്ചിട്ടാണ്. ഓക്കെ. ഇനി ടാഗോറും ശ്രീനാരായണ ഗുരു രണ്ടാളുടെയും ലാംഗ്വേജ് വേറെ വേറെയാണ് അല്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ ഒരു തർജ്ജമ ചെയ്യാൻ ഒരു വ്യക്തി വേണം അല്ലേ? ആരായിരുന്നു അദ്ദേഹം തർജ്ജമ ചെയ്ത വ്യക്തി? അത് ഈ ടാഗോറിന്റെയും ഗുരുവിന്റെയും സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്ത വ്യക്തി കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാനാണ്. ഇനി
ടാഗോർ 22 കണ്ടുമുട്ടി. ഇനി ഗാന്ധിജിയും ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് എപ്പോഴാ? 1925. അതും എവിടെ വെച്ച് തന്നെയാണ്? ശിവഗിരിയിൽ വെച്ച് തന്നെയാണ് 1925 കേട്ടോ. കാരണം 24 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? നമ്മൾ കേരളം സന്ദർശിക്കുന്നത് അല്ലേ? അപ്പൊ ആ 25-ലാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഗാന്ധിജിയോടൊപ്പം ഒരു പ്രമുഖ നേതാവ് കൂടി ഉണ്ടായിരുന്നു. ആരാണ്? ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ നേതാവ് സി രാജഗോപാലാചാരിയാണ് കേട്ടോ. സി രാജഗോപാലാചാരിയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇനി ഈ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള തർജ്ജമ നടത്തിയത് ആരാ? അത് എൻ കുമാരനാണ്. ആരാണ്? എൻ കുമാരൻ. ഇവിടെ സ്ലൈഡ് ശ്രദ്ധിച്ചല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, എൻ കുമാരനാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എന്താണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന പഠിക്കണം കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന ആദ്യം രചിച്ചത് അദ്ദേഹം എന്താണ്? ആദ്യം രചിച്ചത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഏതാണ്? എന്താണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഓക്കെ, ആദ്യത്തേത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തു? ഓരോരോ രചനകളും നോക്കണേ, ഓപ്ഷനിൽ എപ്പോഴും ഉണ്ടാകും. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യ രചന. പിന്നീട് അദ്ദേഹം രചിച്ചതാണ് ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം. പിന്നീടാണ് അദ്ദേഹം ദൈവദശകം. ഇത് 1897-ലും ഇത് 1914-ലുമാണ് ദൈവദശകം അദ്ദേഹം രചിക്കുന്നത്. ഓക്കെ, അതേപോലെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച ഒരു രചന ഏതാണ്? നവമഞ്ചരി. ഏതാണ്? നവമഞ്ചരി കേട്ടോ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതി ഏതെന്ന് ചോദിച്ചാൽ നവമഞ്ചരിയാണ്. നവമഞ്ചരി. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ രചനകൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? അതൊന്ന് ക്രോഡീകരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ തരാം. ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ രചനകൾ? ആത്മോപദേശ ശതകം. തരുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണേ. ഏതാണ്? ആത്മോപദേശ ശതകം. പിന്നെ നമ്മൾ ഏതൊക്കെയാ പഠിച്ചത്? ആത്മോപദേശ ശതകം പഠിച്ചു. പിന്നെ ഏതാ പഠിച്ചത്? ശിവശതകം. ഏതാണ്? ശിവശതകം. പിന്നെ ദൈവദശകം. ഇതൊക്കെ ചോദ്യങ്ങൾ വരും. ദൈവദശകം. പിന്നെ ദർശനമാല. ഏതാണ്? ദർശനമാല. പിന്നെ ഏതാ നമ്മൾ പഠിച്ചത്? നവമഞ്ചരി. ആർക്കാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമികൾക്ക് കൊടുത്തത് അല്ലേ? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചതാണ് ഏത്? നവമഞ്ചരി. പിന്നെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഏതാണ്? ഗജേന്ദ്രമോക്ഷം. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണേ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പിന്നെ ഏത് വരും? ജാതി ലക്ഷണം. ഏതാണ്? ജാതി ലക്ഷണം. അതുപോലെ തന്നെ ജാതി മീമാംസ. ജാതി ലക്ഷണം, ജാതി മീമാംസ, അതുപോലെ തന്നെ ജാതി നിർണയം. ലക്ഷണം, മീമാംസ, ജാതി നിർണയം. ഓക്കെ, അതേപോലെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് ജീവകാരുണ്യ പഞ്ചകം. ഏതാണ്? ജീവകാരുണ്യ പഞ്ചകം. ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അത്രയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ രചനകൾ പഠിച്ചു വെക്കുക. ഇനി പിന്നെ എന്തൊക്കെയാ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കാനുള്ളത്? അദ്ദേഹം അതേപോലെ തന്നെ ഈ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി പറഞ്ഞില്ലേ? 1888 അത് ഞാൻ അവിടെ പറയാൻ വിട്ടതാണ്. 1888 അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ ആ അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ കവാടത്തിൽ 1888 1838 കേട്ടോ. ആ 1888 ശിവപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് അരുവിപ്പുറം ക്ഷേത്ര കവാടത്തില് അദ്ദേഹം ആലേഖനം ചെയ്ത വാക്കുകളാണ് ഏത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നത് അരുവിപ്പുറം ക്ഷേത്രത്തില് ആലേഖനം ചെയ്തിരിക്കുന്ന വാക്കുകളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ ആളാരാ? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് ജീവചരിത്രം എഴുതിയ ആദ്യത്തെ വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മൂർക്കോത്ത് കുമാരനാണ്. ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ ഏതാ?
ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ യുഗപുരുഷനാണ്. ആരാണ്? ഏതാണ്? യുഗപുരുഷൻ. ഓക്കെ, യുഗപുരുഷൻ. അതേപോലെ 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതി ഏതാണ്? ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു കേട്ടോ. ഏതാണ്? 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതി ഏതെന്ന് ചോദിച്ചാൽ ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അതുപോലെ പ്രീവിയസ് ചോദിച്ചതാണ് 1912 ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത്. ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 1912 ശ്രീനാരായണ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1922 രവീന്ദ്രനാഥ ടാഗോർ, 1925 ഗാന്ധിജിന് അല്ലേ? ഇവിടെ ടാഗോർ, ഇവിടെ ആരാണ്? 1925 ഗാന്ധിജിയെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ അതിനേ മുമ്പ് തന്നെ 1912 ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നുണ്ട്. പിന്നെ 1914 ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടി. വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടി. അതേപോലെ നമ്മൾ 22, 25 ഗാന്ധിജിയുടെ പറഞ്ഞു അല്ലെ? അതുപോലെ ശ്രീനാരായണ ഗുരു 1891 കുമാരനാശാനെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, 1891 ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടുന്നത്. 1882 ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നത്. ചട്ടമ്പി സ്വാമികളെ 1882 ചട്ടമ്പി സ്വാമികളെ കണ്ടെത്തുന്നത്. 1895 ശ്രീനാരായണ ഗുരു പൽപ്പുവിനെ കണ്ടുമുട്ടുന്നത്. അതിനെയാണ് പൽപ്പുവിനെ കണ്ടുമുട്ടുന്നത്. പിന്നെ 22 ടാഗോർ, 25 ഗാന്ധിജി, പിന്നെ 1912 ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ, 14 വാഗ്ഭടാനന്ദനെ, 1900 ഇനി ഇവിടെ 800 പഠിക്കുമ്പോൾ 1891 കുമാരനാശാൻ, 1895 പൽപ്പു, 82 ചട്ടമ്പി സ്വാമികളെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എവിടെയാണ്? കൈതമുക്കിലാണ് കേട്ടോ. എവിടെയാണ്? കൈതമുക്ക് എവിടെയാ? തിരുവനന്തപുരത്താണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൈതമുക്ക്, തിരുവനന്തപുരത്താണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാ? കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ശ്രീനാരായണ ഗുരു സർവകലാശാലയാണ് അല്ലേ? ശ്രീനാരായണ ഗുരു സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല എന്ന് പറയുന്നത് കേട്ടോ. അതവിടെ പഠിച്ചു വെക്കണം. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ തരുന്ന നവോത്ഥാന നായകന്മാര് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക. ഞാൻ എല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ തരുന്ന കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾ അടുത്ത സ്റ്റേജ് 2 അടുത്ത എക്സാമിന് പോകുമ്പോൾ ഈ നവോത്ഥാന നായകന്മാരിൽ നിന്നൊക്കെ മാർക്ക് പോകും. ബയോളജിയിൽ ഏതൊക്കെ ചോദിച്ചു, കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടി എല്ലാം റിവിഷൻ ചെയ്തിട്ട് പോകാം. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കണേ, ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പോയിന്റ് പോലും വിടാൻ പാടില്ല. അടുത്തത് ചട്ടമ്പി സ്വാമികൾ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് സർവ്വവിദ്യാധിരാജൻ ആരെ എന്ന് ചോദിച്ചാൽ സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ഈ ജനനം തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. 1853 ഓഗസ്റ്റ് മാസം 25 കേട്ടോ. 1853 ഓഗസ്റ്റ് മാസം 25. അത് പ്രീവിയസ് ഒരുപാട് പ്രാവശ്യം ഈ വർഷം ചോദിച്ച ചോദ്യമാണ്. 1853 ഓഗസ്റ്റ് മാസം 25 അദ്ദേഹം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലത്ത്, എല്ലാം പഠിക്കണം ഞാൻ, ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മഗൃഹം പഠിക്കണേ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് 100 പ്രാവശ്യം ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ഒന്നും പറയില്ല. തരുന്ന കാര്യങ്ങൾ എന്താ പറയാ, നീറ്റായിട്ട് വൃത്തിക്ക് അങ്ങോട്ട് പഠിക്കുക കേട്ടോ. ജന്മഗൃഹം ഏതാണ്? ഉള്ളൂർക്കോട് വീട്. ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അറിയോ? ഉള്ളൂർക്കോട് വീട് ജന്മഗൃഹമായിട്ട് വരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉള്ളൂർക്കോട് വീട് കേട്ടോ. ഉള്ളൂർക്കോട് വീട് ജന്മഗൃഹമാണ് ചട്ടമ്പി സ്വാമികളുടെ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം
യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ എന്നാണ്. എന്താണ്? അയ്യപ്പൻ. യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ. എങ്കിൽ അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്താണ്? ബാല്യകാല നാമം എന്താണ്? യഥാർത്ഥ നാമം അയ്യപ്പൻ. എങ്കിൽ ബാല്യകാല നാമം എന്താ? കുഞ്ഞൻ പിള്ള എന്നാണ് അല്ലെ? എന്താണ്? കുഞ്ഞൻ പിള്ള. കുട്ടികളല്ലേ നമ്മൾ കുഞ്ഞ് എന്ന് പറയാ. ഓക്കെ, ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു ആരാണ്? പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ്. ആരാണ്? പേട്ടയിൽ രാമൻ പിള്ള. പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ്. ഈ പേട്ടയിൽ രാമൻപിള്ള ആശാന് എന്തുണ്ടായിരുന്നു? ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഒരു പള്ളിക്കൂടം ഉണ്ടായിരുന്നു. ഈ പള്ളിക്കൂടത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് ആര് എന്ന് പറയുന്നത്? നമ്മുടെ ചട്ടമ്പി എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ഇതിലും എന്തായിരുന്നു? അഗ്രഗണ്യനായിരുന്നു ആര്? ഈ ചട്ടമ്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടമ്പി സ്വാമികളെ പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ത് ചെയ്തു? ആ സ്കൂളിലെ ലീഡർ ആക്കിയിട്ട് മാറ്റി. ലീഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീഡർ എന്ന് പറയുന്നത്. പക്ഷെ ആദ്യകാലത്ത് ലീഡറിനെ പറഞ്ഞ പേരാണ് എന്ത്? ചട്ടമ്പി എന്ന്. അങ്ങനെയാണ് ചട്ടമ്പി സ്വാമികൾക്ക് അയ്യപ്പൻ എന്ന ബാല്യകാലം നാമം കുഞ്ഞൻ പിള്ള എന്ന അയ്യപ്പന് എന്ത് ചെയ്യുന്നത്? ചട്ടമ്പി എന്ന പേര് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് ഈ വേദങ്ങളില്, ഉപനിഷത്തുകളില്, സംസ്കൃതങ്ങളില്, യോഗവിദ്യകളിലൊക്കെ എന്തായിരുന്നു? വളരെയധികം അറിവുള്ള വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹത്തിനെ ഇതെല്ലാം പഠിപ്പിച്ച ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ് ഏത്? സുബ്ബജട പാടികൾ എന്ന് പറയുന്നത്. സുബ്ബജട പാടികൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇനി നമുക്ക് പഠിക്കേണ്ടത്, ഇനി നമുക്ക് അടുത്തത്, ഇനി ഈ ഒരു ഭാഗം കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ വ്യക്തിഗത വിവരങ്ങൾ കഴിഞ്ഞു ചട്ടമ്പി സ്വാമികൾ. ഇനി ഈ ഹിന്ദുമതമില്ലേ, ഹിന്ദുമതം, ഈ ഹിന്ദുമതത്തിൽ നിന്ന് മിക്കവരും ഏത് മതത്തിലേക്ക് മാറി? ക്രിസ്തു മതത്തിലേക്ക് മാറി. അതിനെ എതിർത്ത വ്യക്തിയാണ്. ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്കുള്ള എതിർത്ത വ്യക്തിയാണ് ആര്? നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ തന്നെ ഈ സസ്യഭക്ഷണം ഉണ്ടല്ലോ, സസ്യഭക്ഷണം, നോൺ വെജ് അല്ലെ, ആ സസ്യഭക്ഷണത്തിന് വെജിറ്റേറിയൻ അല്ലെ, ആ നോൺ വെജിറ്റേറിയനെ എതിർത്തുകൊണ്ട് വെജിനെ കൂടുതൽ, സസ്യഭക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് ആര്? നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം, ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് പന്മനയിലാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ്? പന്മനയിലാണ്. എവിടെയാണ്? പന്മന. ഇനി ചട്ടമ്പി സ്വാമികളുടെ ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ. എപ്പോഴാണ്? 2014 കേട്ടോ. അദ്ദേഹം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ ആദര സൂചകമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014. ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിക്കണേടാ, ഒന്ന് ശ്രദ്ധിക്കണേ. വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടിട്ട്, വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ചട്ടമ്പി സ്വാമി വിവേകാനന്ദൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ആ സ്വാമി വിവേകാനന്ദനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്വാമി വിവേകാനന്ദനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. അങ്ങനെ വിവേകാനന്ദൻ എന്ത് ചെയ്തു? 1892 ചട്ടമ്പി സ്വാമികളെ പോയിട്ട് സന്ദർശിച്ചു. എവിടെ നിന്ന്? അദ്ദേഹം കൊടുങ്ങല്ലൂരിലായിരുന്നു. ആര്? വിവേകാനന്ദൻ. അപ്പൊ എറണാകുളത്ത് എത്തിയിട്ടാണ് ആര് ചെയ്യുന്നത്? ചട്ടമ്പി സ്വാമികളെ സന്ദർശിക്കുന്നത്. അപ്പോഴാണ് ആ സന്ദർശനം വേളയിലാണ് അദ്ദേഹം വളരെയധികം വിശേഷപ്പെട്ട ഒരു വാക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് പറയുന്നത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. മലബാറിൽ ഞാനൊരു എന്താണ്? യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പരാമർശിച്ചത് ആരെയാണ്? ചട്ടമ്പി സ്വാമികളെയാണ്. ഓക്കെ, എന്നാൽ തിരിച്ച് ഇതാരാ പറഞ്ഞത്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് നമ്മുടെ വിവേകാനന്ദനാണ്. എന്നാൽ ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കുറിച്ചിട്ട് പറഞ്ഞ വാക്കുകളാണ് എന്തെന്ന് പറയുന്നത്? അദ്ദേഹം ആര്? വിവേകാനന്ദൻ ഗരുഡനാണെങ്കിൽ, അതായത് വിവേകാനന്ദൻ എന്ന പേരിലല്ല, അദ്ദേഹം എന്നൊരു നാമകരണമാണ് കൊടുക്കുന്നത്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് എന്ന് ആരാണ് അഭിപ്രായപ്പെട്ടത്? സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, അല്ല സോറി, ചട്ടമ്പി സ്വാമികളാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്ന് അവർ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചിട്ട് ചട്ടമ്പി സ്വാമികൾ പറയുന്നത്. ഓക്കെ, അതേപോലെ ഈ സ്വാമി വിവേകാനന്ദന് ഈ ചിന്മുദ്ര, ഏതാണ്?
ചിന്മുദ്രയെ കുറിച്ചിട്ട് അതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും ആര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു സർവ്വവിദ്യാധിരാജൻ എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ? ഒന്ന് സർവ്വവിദ്യാധിരാജൻ, പിന്നെ ബാലഭട്ടാരകൻ. ആരാണ്? ബാലഭട്ടാരകൻ. പിന്നെ കാവി ധരിക്കാത്ത സന്യാസി. ആരാണ്? കാവി ധരിക്കാത്ത സന്യാസി. ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. കേരളത്തിന്റെ മഹാനായ പണ്ഡിതൻ. കേരളത്തിന്റെ മഹാനായ പണ്ഡിതൻ. കേരളത്തിന്റെ മഹാനായ പണ്ഡിതൻ. പിന്നെ എന്താ പറയുന്നത്? കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. കാവ്യം കമണ്ഡലം ഇല്ലാത്ത സന്യാസി. ഇതൊക്കെ ആരുടെ വിശേഷണങ്ങളാണ്? ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഒന്ന് പ്രാചീന മലയാളം. ഏതാണ്? എല്ലാ രചനകളും പഠിക്കണേ. ഒന്ന് പ്രാചീന മലയാളം. ഓക്കെ. അടുത്തത് ക്രിസ്തുമത ചേതനം. ഏതാണ്? ക്രിസ്തുമത ചേതനം. അടുത്തത് വേദാധികാര നിരൂപണം. ഒറ്റൊന്നും തള്ളിക്കളയരുത്, ഇത് വരില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. വേദാധികാര നിരൂപണം. അടുത്തത് മോക്ഷപ്രദീപ ഖണ്ഡനം. പിന്നെ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം. പിന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ചു. പ്രാചീന മലയാളം എഴുതി അല്ലേ? ക്രിസ്തുമത ചേതനം പറഞ്ഞു. പിന്നെ ഏതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം. 4 പഠിച്ചു അല്ലെ? അപ്പോ ഇതിൽ ഓരോ കാര്യങ്ങളുണ്ട്. ഈ പ്രാചീന മലയാളത്തിന്റെ പ്രത്യേകത എന്താ? ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് പ്രാചീന മലയാളമാണ്. എങ്കിൽ ക്രിസ്തുമത ചേതനം എന്താണ്? ക്രിസ്തുമത ചേതനത്തിൽ എന്താണ് വിഷയം? ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ക്രിസ്തുമത ചേതനം. ക്രിസ്തീയ മിഷണറിമാര് കേട്ടോ. ക്രിസ്തീയ മിഷണറി അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കേരളത്തിലെ പ്രവർത്തനങ്ങളെ അവർ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ ശക്തമായി എതിർത്തത് അങ്ങനെ ചട്ടമ്പി സ്വാമികൾ ഏതിലൂടെയാണ്? ക്രിസ്തുമത ചേതനത്തിലൂടെയാണ്. ഇനി വേദാധികാര നിരൂപണത്തിൽ എന്തൊക്കെയാണ്? ശൂദ്രന്മാർക്ക്, ആർക്കാണ്? ശൂദ്രന്മാർക്കും വേദപഠനം പഠിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വാദിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഏതിലൂടെ? വേദാധികാര നിരൂപണം എന്ന കൃതിയിലൂടെ. അതേപോലെ വേദപഠനം ആരാണ് ആദ്യകാലങ്ങളിലൊക്കെ പഠിക്കുക? ബ്രാഹ്മണരാണ് അല്ലെ? ആ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല, അത് ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് സമർപ്പിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അതേപോലെ ഈ വേദാധികാര നിരൂപണത്തെയാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത്. എന്താ വിശേഷിപ്പിച്ചത് വേദാധികാര നിരൂപണത്തെ? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. അതായത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം അല്ലെ? അങ്ങനെയുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ രചനയിൽ. മനസ്സിലായോ? അത് ആരാ അഭിപ്രായപ്പെട്ടത്? വിവേകാനന്ദനാണ്. അതേപോലെ പ്രാചീന മലയാളത്തില് വേറൊരു കാര്യം കൂടി ഇട്ടുണ്ട് കേട്ടോ. അതിലൊന്നും വിട്ടുപോയതാണ്. ഏറ്റവും വലിയ കൃതിയാണ്. അതുപോലെ തന്നെ ഈ പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന് പുരാവർത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയും ഏതാണ്? പ്രാചീന മലയാളമാണ്. പരശുരാമൻ കേരളത്തെ എന്ത് ചെയ്തു? ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന് പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന, ഇല്ലാണ്ടാക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. ഇനി മോക്ഷപ്രദീപ ഖണ്ഡനം. എന്താ മോക്ഷപ്രദീപ ഖണ്ഡനം? നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗി ഉണ്ടല്ലോ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു രചനയാണ് ഏത് എന്ന് പറയുന്നത്? മോക്ഷപ്രദീപം. ഏതാണ്? മോക്ഷപ്രദീപം. ആ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട്, അതായത് ഖണ്ഡനം എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ കട്ട് ചെയ്യുക അല്ലെ? ഇല്ലാണ്ടാക്കുക, ഇതാക്കുക. അപ്പൊ മോക്ഷപ്രദീപം, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ അദ്ദേഹത്തിന്റെ ജന്മദിനം പറഞ്ഞു അല്ലെ? ഓഗസ്റ്റ് 1853 ഓഗസ്റ്റ് മാസം 25 എന്ന് പറഞ്ഞു. ഈ ഓഗസ്റ്റ് 25ന്റെ പ്രത്യേകത എന്താ?
ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 25. നമ്മുടെ കേരളത്തില് ജീവകാരുണ്യ ദിനം എന്ന് പറയുന്നത്, ജീവകാരുണ്യ ദിനം, കേരളത്തിൽ ജീവകാരുണ്യ ദിനം ആയിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് എന്ന് ചോദിക്കാറുണ്ട്. ചട്ടമ്പി സ്വാമികളുടേതാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 25-നാണ്. ഓഗസ്റ്റ് മാസം 25. ഇനി തെറ്റോ? തെറ്റില്ല അല്ലെ. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഇത്രയൊക്കെ നോക്കി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ നോക്കുക. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, പിന്നെ ക്രിസ്തുമത ചേതനം, പിന്നെ അതിന്റെ കൂടെ പഠിച്ചു വെക്കണം, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ആദിഭാഷ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആദിഭാഷ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. അതേപോലെ അദ്ദേഹത്തിന് വേറൊന്ന് പഠിക്കാനുള്ളത് അദ്വൈത ചിന്താ പദ്ധതി. ഏതാണ്? അദ്വൈത ചിന്താ പദ്ധതി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രചനയാണ് അദ്വൈത ചിന്താപതി. പിന്നെ നിജാനന്ദ വിലാസം. ഏതാണ്? നിജാനന്ദ വിലാസം. അതൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് അതേപോലെ തന്നെ ഈ ചട്ടമ്പി സ്വാമികൾ പറയുന്നുണ്ട് എന്താണെന്നറിയോ? ഒരു വാക്ക് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കാണ്, അതായത് അനുകമ്പ. നമുക്ക് മറ്റുള്ളവരോട് എന്ത് വേണം? എപ്പോഴും ഒരു അനുകമ്പ വേണം അല്ലേ? ആ അനുകമ്പയായ മധുരം കൊണ്ട് നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കഴിഞ്ഞു. അപ്പൊ നമ്മളിവിടെ ആരൊക്കെയാ പഠിച്ചത്? ഒന്ന് ചട്ടമ്പി, ശ്രീനാരായണ ഗുരു. നമുക്ക് അടുത്ത നവോത്ഥാന മേഖലയിലേക്ക് അയ്യങ്കാളിയെ കുറിച്ച് നോക്കാം കേട്ടോ. ഏതാണ്? അയ്യങ്കാളി. അപ്പൊ ശ്രീനാരായണ ഗുരു കഴിഞ്ഞു, ചട്ടമ്പി സ്വാമികൾ കഴിഞ്ഞു, അടുത്തത് അയ്യങ്കാളി. അദ്ദേഹം ജനിച്ചത് 1863-ലാണ് കേട്ടോ. 1863 ഓഗസ്റ്റ് മാസം 28. ചട്ടമ്പി എപ്പോഴാണ് പഠിച്ചത്? നമ്മൾ 1853 63 അല്ലേ? ഓഗസ്റ്റ് മാസം തന്നെയാണ്. അത് 25, ഇത് 28 കേട്ടോ. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28-ന് തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ പുലയ സമുദായത്തിൽ ജനനം. എവിടെയാണ്? പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒന്നാണ് ഏത്? വില്ലുവണ്ടി യാത്ര. എപ്പോഴാണ്? 1893-ലാണ്. എവിടെ മുതൽ എവിടം വരെ? വെങ്ങാനൂരിൽ നിന്നും ഏതുവരെ? തിരുവനന്തപുരം വരെ 1893-ല് അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തി. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത്, സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും അയ്യങ്കാളിയാണ്. അദ്ദേഹം 1905-ലാണ് ആർക്ക്? ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നത്. 1905-ലാണ്. അതേപോലെ അദ്ദേഹം പെരിനാട് ലഹള നടക്കുന്നുണ്ട് 1915-ല്. പെരിനാട് ലഹള അല്ലെ? പെരിനാട് ലഹള നടക്കുന്നത് ആരാണ്? 1915-ല് പെരിനാട് ലഹള. അതേപോലെ തന്നെ പുലയ ലഹള 1915-ലാണ്. ഇത് പുലയ ലഹള നയിച്ച നേതാവ് അയ്യങ്കാളിയാണ്. 1915-ലാണ്. ഈ പുലയ ലഹളയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഊരുട്ടമ്പലം ലഹള. ഏതാണ്? ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് പുലയ ലഹളയാണ്. 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം ആരുടേതാണ്? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 1907-ലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. അതേപോലെ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം പ്രീവിയസ് ആണ് 1911-ലാണ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക്. അതേപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വംശജനും കൂടിയിട്ടാണ് ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. അതേപോലെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? തുടർച്ചയായിട്ട് 28 വർഷം
അദ്ദേഹം ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നിട്ട്. അതേപോലെ 1912 ശ്രീനാരായണ ഗുരു 1912 അയ്യങ്കാളി, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ശ്രീനാരായണ ഗുരുവുമായിട്ട് അയ്യങ്കാളി കണ്ടുമുട്ടുന്നത് 1912 കേട്ടോ, 1912. എന്നാൽ ഗാന്ധിജിയുമായിട്ട് കണ്ടുമുട്ടുന്നത് എപ്പോഴാ? 1937 കേട്ടോ, 1937 അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് കേട്ടോ. അതേപോലെ അയ്യങ്കാളിയുടെ ശവകുടീരം പ്രീവിയസ് ആണ്, പാഞ്ചജന്യമാണ് കേട്ടോ, പാഞ്ചജന്യമാണ്. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്, ഇന്ദിരാഗാന്ധി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകളാണ് ഏത്? ഞാനൊരു പുലയ ശിവനെ സൃഷ്ടിക്കുന്നു, ഞാനൊരു പുലയ ശിവനെ, പുലയ ട്ടോ, ഞാനൊരു പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ അല്ലെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞാൻ പറഞ്ഞതിനൊന്ന് ശ്രദ്ധിക്കണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുലുകുട്ടി. കാരണം അന്നൊക്കെ എന്ന് പറയുമ്പോൾ വലിയ വലിയ ആൾക്കാരാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ സാധാരണ ദളിത് വംശജര് ഒന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോ പണിയെടുക്കാൻ മാത്രമാണ് ഇവർ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ ചേർത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഞങ്ങൾ പാടത്തിറങ്ങില്ല, പണി ചെയ്യില്ല. അപ്പോൾ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുലു കുരിപ്പിക്കും എന്ന മുദ്രാവാക്യമായിട്ട് സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. അതേപോലെ തന്നെ ഇതൊന്ന് പഠിക്കണേ, കേരള പട്ടികജാതി SC, അതേപോലെ തന്നെ ST അല്ലെ, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം. വെരി ഇമ്പോർട്ടന്റ് ആണ്. വേഗം നമ്മൾ തിരുവനന്തപുരത്തേക്ക്, എന്ത് നമ്മൾ കണ്ടാൽ നമ്മൾ വേഗം തിരുവനന്തപുരമാണ് പോകുക അല്ലെ. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. അത് അറിയപ്പെടുന്ന പേരാണ് അയ്യങ്കാളി ഭവൻ. എന്താണ്? അയ്യങ്കാളി ഭവൻ എന്നാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ സ്മാരകം എന്താണ്? അയ്യങ്കാളിയുടെ സ്മാരകം ചിത്രകൂടമാണ്. അയ്യങ്കാളിയുടെ സ്മാരകം പ്രീവിയസ് ചോദ്യങ്ങളാണ്. അയ്യങ്കാളിയുടെ സ്മാരകം ചിത്രകൂടമാണ് കേട്ടോ, ചിത്രകൂടം. പിന്നെ 1912 നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത് കേട്ടോ. നെടുമങ്ങാട്, അടുത്ത സ്ലൈഡ് നോക്കാം. 1912 കേട്ടോ, നെടുമങ്ങാട് ചന്തലഹള, നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത് 1912 നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. എന്തായിരുന്നു അതെന്താ ലഹള നടത്താൻ കാരണം? അയിത്തജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചു. അതിനെതിരെയാണ് നടത്തിയത്. അതേപോലെ അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്, പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ, ഗാന്ധിജിയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. പഠിച്ചു വെച്ചോളണേ, ഇന്ദിരാഗാന്ധിയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് E.K. നായനാറാണ്. ആരാണ്? E.K. നായനാറാണ്. ഇനി ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷണമുള്ള നേതാവ് ആരാണ്? ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷണമുള്ള നവോത്ഥാന നായകനും കൂടിയിട്ടാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്കറിയാം കല്ലുമാല സമരം അല്ലെ, പെരിനാട് ലഹളയൊക്കെ നടന്നിട്ടുണ്ട്. എന്തായിരുന്നു പെരിനാട് ലഹള? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, പെരിനാട് ലഹള, കല്ലുമാല സമരം എന്ന് പറയും അല്ലെ. കല്ലുമാല സമരം 1915 കല്ലുമാല അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നൊക്കെ പറയപ്പെടുന്നത് 1915. അതായത് ഈ പുലയരുണ്ടല്ലോ, അവർ താഴ്ന്ന ജാതിപ്പെട്ടവരായിരുന്നു. അപ്പൊ ഈ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല? കാതിലും കഴുത്തിലൊന്ന് മറ്റ് നല്ല വലിയ ആഭരണങ്ങളൊന്നും ഇടാൻ പാടില്ല. അവർ കല്ലുകൊണ്ട്, മനസ്സിലായോ? അതായത് അവർ താഴ്ന്ന ജാതിക്കാരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് എന്ത് ചെയ്തിട്ട് അണിഞ്ഞിട്ട്, അതിന് അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ കല്ലുമാല പാടില്ല, അത് ബഹിഷ്കരിക്കണം. അവർക്കും എന്താണ് ആധുനിക ആഭരണങ്ങൾ, പുതിയ തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അണിയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് നടത്തിയ സമരമാണ് ഇത് കല്ലുമാല സമരം. അതിന് നേതൃത്വം കൊടുത്തത് ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. എവിടെയാണ് പെരിനാട് എന്ന് പറയുന്നത്? കൊല്ലമാണ് കേട്ടോ. പെരിനാട് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലത്തിനടുത്തുള്ള പെരിനാടിലായിരുന്നു പ്രധാനപ്പെട്ട സമര കേന്ദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ അയ്യങ്കാളി നമ്മൾ പഠിച്ചു.
അടുത്തത് നമുക്ക് വാഗ്ഭടാനന്ദൻ നോക്കാം കേട്ടോ. ഇനി എന്താണ് വാഗ്ഭടാനന്ദനെ കുറിച്ച് പഠിക്കാനുള്ളത്? വാഗ്ഭടാനന്ദൻ ജന്മസ്ഥലം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ്. അദ്ദേഹത്തിന്റെ ജന്മഗൃഹം വയലേരി വീട് ചോദിച്ചിട്ടുണ്ട്. വയലേരി വീട് ഏത് നവോത്ഥാന നായകന്റെ ജന്മഗൃഹമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാഗ്ഭടാനന്ദന്റേതാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. അതുപോലെ തന്നെ വാഗ്ഭടാനന്ദന്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. വാഗ്ഭടാനന്ദന്റെ ഗുരു ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പിന്നെ ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. എന്താണ്? ബാലഗുരു. ബാലഗുരു എന്ന് അറിയപ്പെട്ടത് വാഗ്ഭടാനന്ദനാണ്. പിന്നെ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നതും വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അതുപോലെ ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇപ്പോ ഇവിടെ ശ്രദ്ധിക്കണേ, ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കൂ, ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കൂ. ഇത് കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? ഈ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനു മുമ്പ്? താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്ത് പറഞ്ഞാലും നിങ്ങൾ കമന്റ് ചെയ്യില്ല, അത് വേറെ കാര്യം. അപ്പം എന്താണ് പറഞ്ഞത്? ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, കേൾക്കുന്നുണ്ടോ? ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കൂ. അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക എന്ന്? അതായത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഒരു ലേഖനം എഴുതിയത്. ആര്? വാഗ്ഭടാനന്ദൻ. എന്ത് ഇത് കണ്ടിട്ടാണെന്നറിയോ പറഞ്ഞത്? നമ്മളെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാറില്ലേ ഈ കമ്മ്യൂണൽ അവാർഡ്? ആ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിരാഹാര സമരം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ആ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന് തലക്കെട്ടോട് കൂടിയിട്ടാണ് ആരെഴുതിയത്? വാഗ്ഭടാനന്ദൻ ലേഖനങ്ങൾ എഴുതിയത്. കാരണം അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കില്ലേ, അതുകൊണ്ട് കേട്ടോ. ബാലഗുരു എന്നറിയപ്പെടുന്നതും മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നതും വാഗ്ഭടാനന്ദനാണ്. യജമാനൻ എന്ന മാസിക വാഗ്ഭടാനന്ദന്റേതാണ്. യജമാനൻ എന്ന മാസിക, യജമാനൻ 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 എന്ന മാസിക വാഗ്ഭടാനന്ദന്റേതാണ്. വാഗ്ഭടാനന്ദൻ ഒരു ആർഷ സന്യാസി ആയിരുന്നു എന്ന്, എന്താണ്? വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസി ആയിരുന്നു, ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പറഞ്ഞത് സുകുമാർ അഴീക്കോടാണ്. വാഗ്ഭടാനന്ദൻ ആചാര്യ സന്യാസി ആയിരുന്നു, ആർഷ സന്യാസി ആയിരുന്നു. എന്താണ്? ആർഷ കേട്ടോ. ആർഷ സന്യാസി ആയിരുന്നു, എന്നാൽ ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പറഞ്ഞത് സുകുമാർ അഴീക്കോടാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം 1917 സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് അഭിനവ കേരളമാണ്. അഭിനവ കേരളം ട്ടോ. 1921 മുതലാണ് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമായ അഭിനവ കേരളം പ്രസിദ്ധീകരിച്ചിട്ട് തുടങ്ങിയത്. ഇനി അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്താണ്? എന്താണ് അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്? ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതാണ് അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം അല്ലെ? എന്താണ് മുദ്രാവാക്യം എന്ന് പറയുന്നത്? ഇനി ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളുടെ സന്ദേശങ്ങളും ഒക്കെ, അതായത് ഈ ആത്മവിദ്യാസംഘം ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും അതിന്റെ സന്ദേശങ്ങളും ഒക്കെ പ്രചരിപ്പിച്ച വാരിക ഏതാണ്? ആത്മവിദ്യാ കാഹളമാണ്. ഏതാണ്? ആത്മവിദ്യാ കാഹളമാണ്. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളമെങ്കിൽ ആത്മവിദ്യാ സംഘത്തെ കുറിച്ചിട്ടിട്ട് അതിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചത് ആത്മവിദ്യാ കാഹളത്തിലൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കുക. അതേപോലെ എന്താണ് എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചത്? ആത്മവിദ്യാസംഘം പഠിച്ചു, ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം പഠിച്ചു, അഭിനവ കേരളം പഠിച്ചു, ആത്മവിദ്യാസംഘത്തെ കുറിച്ചിട്ട് അതിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചത് ആത്മവിദ്യാ കാഹളമാണ് എന്ന് പറഞ്ഞു. അതുപോലെ ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയാണ്. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ച് പറയുന്ന കൃതിയാണ് ഏത്? സ്വതന്ത്ര ചിന്താമണി. വാഗ്ഭടാനന്ദൻ കഴിഞ്ഞു. അടുത്ത നമുക്ക് വൈകുണ്ഠസ്വാമികളെ കുറിച്ചിട്ട് നോക്കാം. വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം സ്വാമിത്തോപ്പാണ്. സ്വാമിത്തോപ്പ് കന്യാകുമാരിയിലാണ് കേട്ടോ.
സ്വാമിത്തോപ്പ് എവിടെയാണ്? കന്യാകുമാരിയിലാണ്, സ്വാമിത്തോപ്പിലാണ്. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. രാജാധികാരത്തെ എതിർത്ത ട്ടോ എന്താണ്? രാജാവിന്റെ അല്ലെ, രാജാവിന് നമുക്കറിയാം പണ്ടുകാലത്ത് രാജാക്കന്മാർക്ക് എന്താണ് ഒരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ആ രാജാവിന്റെ അധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്? വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്വാതി തിരുനാളാണ് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്തിട്ട് 110 ദിവസം ശിങ്കാരിത്തോപ്പ് ജയിലിൽ അടച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. 110 ദിവസമാണ് ആര് ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നത്? വൈകുണ്ഠസ്വാമികൾ. ഏത് ജയിലില്? ശിങ്കാരത്തോപ്പ് എന്ന ജയിലില്. ആരാണത്? സ്വാതി തിരുനാളാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നത്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജം വെരി ഇമ്പോർട്ടന്റ്. കാരണം 1736 ഈ സമത്വ സമാജത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് തുടക്കം, ആദ്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ പ്രസ്ഥാനമാണ്, നവോത്ഥാന പ്രസ്ഥാനമാണ് ഏത്? സമത്വ സമാജം. വൈകുണ്ഠസ്വാമികളാണ്. 1736. അതേപോലെ അഖിലത്തിരുട്ട്, അരുൾനൂല്, ഇതൊക്കെ ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. അഖിലത്തിരുട്ട്, അരുൾനൂല്. അതുപോലെ നമുക്കറിയാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ശ്രീനാരായണ ഗുരു. എന്നാൽ ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകമെന്ന് ഒന്ന് ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടേതാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യന്. അതേപോലെ നിഴൽ താങ്കൽ വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ഒരു ആരാധനാലയമാണ്. ഒരു ആരാധനാലയമാണ് ഏത്? നിഴൽ താങ്കൽ എന്ന് പറയുന്നത്. അതുപോലെ ഈ വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്ന് പറയുന്നത്. ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്. സമത്വ സമാജവും സമപന്തി ഭോജനവും സംഘടിപ്പിച്ചത്, സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം ആരംഭിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ്. അതേപോലെ തന്നെ സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ടത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് സമ്പൂർണ്ണദേവൻ, വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ മുന്തിരിക്കിണർ സ്ഥാപിച്ചത് കേട്ടോ, എല്ലാ ജാതിപ്പെട്ടവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠസ്വാമി ആരംഭിച്ചതാണ് ഏത്? മുന്തിരിക്കിണർ എന്ന് പറയുന്നത്. മുന്തിരിക്കിണർ. അതുപോലെ തുവയൽ പന്തി കൂട്ടായ്മ, അതായത് തുവയൽ പന്തി കൂട്ടായ്മ പറയുമ്പോൾ നല്ല ചിട്ടയും നല്ല വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാനായിട്ട് വൈകുണ്ഠസ്വാമി ആരംഭിച്ചതാണ് ഏത്? തുവയൽ പന്തി കൂട്ടായ്മ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് നിലവിളി സമരം. നിലവിളി സമരം നടന്ന വർഷം 2014. എന്താണ് നിലവിളി സമരത്തിന്റെ പ്രത്യേകത? വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമാണ് എന്ന് മാർച്ച് 12. മാർച്ച് 12 വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമാണ്. ആ ദിവസം എന്ത് ചെയ്യണം? പൊതു അവധിയാക്കുക എന്ന ആവശ്യമായിട്ട് നടത്തിയ ഒരു സമരമാണ് ഏത്? നിലവിളി സമരം 2014. അതേപോലെ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചത് നവോത്ഥാന നായകനാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ എങ്ങനെയാണ്? ബ്രിട്ടീഷുകാരുടെ കേട്ടോ, ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. എന്നാൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭരണകാലത്തെ കരിനീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ എന്താ പറഞ്ഞ? വെണ്ണീജ ഭരണം. തിരുവിതാംകൂർ ഭരണത്തെ കരിനീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ ചാന്നാർ ലഹളയുടെ മറ്റു പേരെന്താണ്? മേൽമുണ്ട് സമരം അല്ലേ? എന്താണ്? മേൽമുണ്ട് സമരം. ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ ആത്മീയ നേതാവാണ് ആരെ എന്ന് പറയുന്നത്? വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തത്, ക്ഷേത്രങ്ങളിൽ ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത വ്യക്തി കൂടിയിട്ടാണ് ആരെ എന്ന് പറയുന്നത്? നമ്മുടെ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറിന്റെ പ്രത്യേകത നന്നായിട്ട് ശ്രദ്ധിക്കണേ, പ്രീവിയസ് ചോദ്യമാണ്. നമ്മുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് പറയുക? നമ്മുടെ ഈ നവോത്ഥാന നായകരിൽ കേൾക്കുന്നുണ്ടോ? കേരള നവോത്ഥാനത്തിന്റെ തന്നെ ആദ്യത്തെ കേരള റിനൈസൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആദ്യത്തെ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഈ തിരുവിതാംകൂർ മഹാരാജാവ് ഉണ്ടല്ലോ,
പണിക്കൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആർക്കാണ്? തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹത്തിന് പണിക്കൻ എന്ന പദവി നൽകിയത്. അതുപോലെ ഈ കഥകളി അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു. ആറാട്ടുപുഴ വേലായുധ പണിക്കറിന് കഥകളി. അതുകൊണ്ട് തന്നെ ഈ കഥകളി കാണാനും അതുപോലെ അത് പരിശീലിക്കുന്നതിനും ഒക്കെ ഈ സാധാരണ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുണ്ടല്ലോ, അവർണര്, അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അല്ലെ. ആദ്യം അവർക്ക് അതൊക്കെ കൊടുത്തു, ഡ്രസ്സ് ഇടാനുള്ള ഇതില്ല, പിന്നെയാണ് കഥകളി പഠിക്കാൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് അനുവാദം ഇല്ലാത്ത കാലത്ത് പോലും ക്ഷേത്രകലയായ കഥകളിയെ എന്ത് ചെയ്തു? ഇദ്ദേഹം സ്ഥാപിച്ച ഒരു ക്ഷേത്രമുണ്ട്. ഏത് ക്ഷേത്രം എന്നറിയോ? മംഗലം ക്ഷേത്രം. ഇദ്ദേഹം സ്ഥാപിച്ച മംഗലം ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എന്ത് ചെയ്തു? താഴ്ന്ന ജാതിക്കാർക്കൊക്കെ കഥകളി പഠിക്കാനും പരിശീലിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ എന്ത് ചെയ്തു? നല്ലൊരു കഥകളി പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചു. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള കഥകളി വിദ്വാൻ ഉണ്ടായിരുന്നു, അത് വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിനെ അവിടെ നിയമിക്കുകയും സാധാരണക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ട് ഈഴവ യുവാക്കളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ പരിശീലിപ്പിച്ചിട്ട് കഥകളിയിൽ നല്ല രീതിയിൽ അരങ്ങേറ്റം നടത്തുകയൊക്കെ ചെയ്ത നവോത്ഥാന നായകനാണ് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അച്ചിപ്പുടവ സമരം നടത്തിയത് ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ, തെറ്റാൻ പാടില്ല. അതുപോലെ തന്നെ അച്ചിപ്പുടവ സമരം എവിടെയായിരുന്നു? കായംകുളത്തായിരുന്നു. അച്ചിപ്പുടവ സമരം നടന്നത് എവിടെയാണ്? കായംകുളം. അതുപോലെ മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയതും ആരാണ്? പണിക്കരാണ്. അതെവിടെയാണ്? പന്തളത്തിലാണ് കേട്ടോ. അച്ചിപ്പുടവ സമരം കായംകുളത്തും മുക്കുത്തി സമരം പന്തളത്തും. മുക്കുത്തി സമരം എവിടെയാണ്? പന്തളത്തുമാണ്. ഓക്കെ. അതായത് ഇത് എന്തിനാ? ഈ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണ്ണാഭരണം അണിയുന്നതിനുമുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇത് മുക്കുത്തി സമരം. അച്ചിപ്പുടവ പറയുമ്പോൾ വസ്ത്രധാരണം, മുക്കുത്തി എന്ന് പറയുമ്പോൾ ആഭരണത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് പഠിക്കുന്നത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ. എന്തൊക്കെയാണ് ചാവറയച്ചന്റെ പ്രത്യേകത? അദ്ദേഹം കൈനഗിരിയിൽ, ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലാണ്. ഇതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ, ഇതെല്ലാം പ്രീവിയസ് ആണ്, പഠിക്കണം. കൈനഗിരിയിൽ, ആലപ്പുഴയിലെ കൈനഗിരിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന് കേരള ചരിത്രം തന്നെ വിശേഷിപ്പിക്കുന്നത് ചാവറയച്ചനെയാണ്. കാലത്തിന് മുൻപേ നടന്ന. അതുപോലെ കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറയച്ചനാണ്. ദൈവദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ്. ദൈവദാസൻ എന്നറിയപ്പെട്ടതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെട്ടതും നവോത്ഥാന നായകൻ ചാവറയച്ചനാണ്. അപ്പോൾ എന്തൊക്കെയാണ്? കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ, കേരള സാക്ഷരതയുടെ പിതാവ്, ദൈവദാസൻ എന്ന വിശേഷണമുള്ളത്, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. അദ്ദേഹമാണ് CMI സഭ സ്ഥാപിക്കുന്നത്. CMI വെരി ഇമ്പോർട്ടന്റ് ആണ്. CMI സഭ എന്താ ഫുൾ ഫോം? എന്താണ്? കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണത്. അതേപോലെ തന്നെ അമലോത്സവ ദാസ സംഘം സ്ഥാപിച്ചത് ആരാണ്? ചാവറയച്ചന്റെ ഒരു സംഘടനയാണ് കേട്ടോ. ഇത് അമലോത്സവ ദാസ സംഘം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആത്മാനുതാപം, വെരി ഇമ്പോർട്ടന്റ്. ആത്മാനുതാപം ചാവറയച്ചന്റേതാണ്. അതുപോലെ തന്നെ ധ്യാന സല്ലാപം, ആത്മാനുതാപം, ധ്യാന സല്ലാപം, ഇതൊക്കെ ആരുടേതാണ്? ചാവറയച്ചന്റെ കൃതികളാണ്. ധ്യാന സല്ലാപം. അതുപോലെ തന്നെ വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും അത് ചാവറയച്ചനാണ്. വാഴത്തട വിപ്ലവം ആരുമായിട്ട് എന്താണ്? അതായത് ഈ അച്ചടി സാങ്കേതിക വിദ്യ നമുക്കറിയാം കൊണ്ടുവന്നത് ആരാണ്? യൂറോപ്യന്മാരാണ് അല്ലെ. അപ്പൊ അവരുടെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ കേരളത്തിൽ എന്താണ് തനതായിട്ട് ഒരു എന്ത് ചെയ്യണം? അച്ചടിശാല ആരംഭിക്കണം അല്ലെ. അങ്ങനെ തനതായിട്ട് ആവിഷ്കരിച്ച വ്യക്തിയാണ് എന്ത്? ചാവറയച്ചൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അതായത് മലയാളി അതായത് നമ്മുടെ ചാവറയച്ചന്റെ നേതൃത്വത്തില് മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം ട്ടാ. മലയാള അച്ചടി രംഗത്ത് ഉണ്ടാക്കിയ മുന്നേറ്റമാണ് വാഴത്തട വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ചാവറയച്ചൻ. നെക്സ്റ്റ് വൺ ബ്രഹ്മാനന്ദ ശിവയോഗി. എന്താണ് ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാണ് എന്തെന്ന് പറയുന്നത്? ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്നത് ബാല്യകാല നാമമാണ് ഗോവിന്ദൻകുട്ടി. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നുള്ളത്. കാരാട്ട് ഗോവിന്ദമേനോൻ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന
എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, പുരുഷസിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, നിരീശ്വരവാദികളുടെ ഗുരു എന്നും പുരുഷസിംഹം എന്നറിയപ്പെടുന്നതും ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്നതും ഒക്കെ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപം ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. മോക്ഷപ്രദീപം എന്ന കൃതി ഇതൊരു എന്താണ്? കൃതിയാണ് കേട്ടോ. മോക്ഷപ്രദീപം എന്ന കൃതി 1905 അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുന്നത്. ആ മോക്ഷപ്രദീപത്തിനെ എതിർത്തുകൊണ്ടാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ കൊണ്ടുവരുന്നത് ഏത്? മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്ന ഒരു കൃതി കേട്ടോ. അപ്പൊ മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി, മോക്ഷപ്രദീപ ഖണ്ഡനം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. അതേപോലെ തന്നെ സ്ത്രീ വിദ്യാഭൂഷണി ആരുടേതാണ്? സ്ത്രീ വിദ്യാഭൂഷണി ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ആനന്ദക്കുമ്മി അദ്ദേഹത്തിൻ്റെതാണ്. ആനന്ദക്കുമ്മി, സ്ത്രീ വിദ്യാഭൂഷണി, മോക്ഷപ്രദീപം, ആനന്ദക്കുമ്മി, ആനന്ദസൂത്രം ഇതൊക്കെ ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. അടുത്ത നമുക്ക് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചിട്ട് നോക്കാം. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം എവിടെയാണ്? VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ അംഗമായ നവോത്ഥാന നായകനാണ് കേട്ടോ. VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത് നമ്പൂതിരി സമുദായത്തിലെ അംഗമായ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകം പഠിക്കണം കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കള അല്ലെ, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നാടകത്തിലാണ് കേട്ടോ. അരങ്ങത്തേക്ക്. ഓക്കെ, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അതേപോലെ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഏതാണ്? യോഗക്ഷേമ സഭ കേട്ടോ. യോഗക്ഷേമ സഭ വർഷം കൂടി പഠിക്കണേ, വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1908 ജനുവരി മാസം 31-ാം തീയതി ആലുവയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് കേട്ടോ. യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത്. പിന്നെ എന്താണ് ഈ യോഗക്ഷേമ സഭ സ്ഥാപിക്കാൻ കാരണമായത്? അതിൽ എന്തൊക്കെയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? അതിലൂടെ ബഹുഭാര്യാത്വം നിരോധിക്കുക അല്ലെ, അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വെച്ചിരിക്കുന്നത് നിരോധിക്കുക. അതുപോലെ തന്നെ വിധവാ വിവാഹം നടപ്പാക്കുക. വിധവകളായിട്ടുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുക. വൃദ്ധവിവാഹം തടയുക. ചെറിയ പെൺകുട്ടികളെ ചെറുതും പ്രായം അല്ലെ അങ്ങനെ കൂടി ആണുങ്ങളെ കല്യാണം കഴിക്കുന്നത്, അങ്ങനെ വൃദ്ധവിവാഹം തടയുക. ഇതൊക്കെയാണ് യോഗക്ഷേമ സഭയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ, യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം എന്തെന്ന് ചോദിച്ചാൽ നമ്പൂതിരിയെ മനുഷ്യനാക്കുക. എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് ആപ്തവാക്യം എന്ന് പറയുന്നത്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം പഠിക്കണേ, പ്രീവിയസ് ആണ്. എന്താണ് മുഖപത്രം? മംഗളോദയമാണ്. ഏതാണ്? മംഗളോദയമാണ്. അതേപോലെ തന്നെ യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ് മംഗളോദയവും അതുപോലെ തന്നെ യോഗക്ഷേമവും പറയുന്നത് കേട്ടോ. അപ്പൊ നമ്പൂതിരി സമുദായത്തിൽ അംഗമായ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അദ്ദേഹം സ്ഥാപിച്ചതാണ് യോഗക്ഷേമ സഭ. 1908 ജനുവരി 31-ന് ആലുവയിലാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു അതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മുഖപത്രമാണ്, യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് ഏത് മംഗളോദയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറക്കുടിക്കുള്ളിലെ മഹാനരകം അല്ലേ, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. നമുക്കറിയാം ഈ ഭട്ടതിരിപ്പാട് പറയുമ്പോൾ കുറെ ഭട്ടതിരിപ്പാടുണ്ട് ഇല്ലേ. അതില് MR ഭട്ടതിരിപ്പാടുണ്ട് അല്ലേ, MR ഭട്ടതിരിപ്പാടുണ്ട്. നമ്മുടെ ഇപ്പൊ പഠിച്ച VT ഭട്ടതിരിപ്പാടുണ്ട്. പിന്നെ MP ഭട്ടതിരിപ്പാടുണ്ട്. മനസ്സിലായോ? അപ്പോ ഈ MR ഭട്ടതിരിപ്പാട് പറഞ്ഞ ആരാണ്? മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെതാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്നത് ആരുടേതാണ്? MR ഭട്ടതിരിപ്പാടിൻ്റെയാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെയാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. എന്താ VT ഭട്ടതിരിപ്പാടിന്റെ ഫുൾ ഫോം? വീട്ടിയുടെ വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ്. ഇനി MP ഭട്ടതിരിപ്പാട് പറഞ്ഞ ആരാ? MP ഭട്ടതിരിപ്പാട്
MP ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായത് ഏതാണ്? ഋതുമതിയാണ് കേട്ടോ. ഏതാണ്? ഋതുമതി കേട്ടോ. ഋതുമതിയാണ് MP ഭട്ടതിരിപ്പാടിന്റെ. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ഭട്ടതിരിപ്പാടുണ്ട് എന്ന് പറഞ്ഞതാണ്. ഇനി ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എപ്പോഴാണ് അവതരിപ്പിച്ചത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇത് ചോദിച്ച വർഷമാണ് 1929 കേട്ടോ. 1929 അദ്ദേഹം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം പ്രസിദ്ധീകരിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഈ നാടകം അവതരിപ്പിച്ച വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരിലാണ് കേട്ടോ. തൃശ്ശൂരിലെ എവിടെയാണ്? ഇടക്കുന്നിയിലാണ്. തൃശ്ശൂരിലെ ഇടക്കുന്നിയിലാണ് ആദ്യമായിട്ട് ഈ നാടകം അവതരിപ്പിച്ചത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാ? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഓക്കെ, VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ എന്താണ്? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ എന്താണ്? കണ്ണീരും കിനാവും. ഇനി VT ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് VT ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചു വെക്കണം. കണ്ണീരും കിനാവും ആരുടേതാണ്? ഇവിടെ ഇത് പ്രീവിയസ് ആയിട്ട് തന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കണ്ണീരും കിനാവും. പിന്നെ ദക്ഷിണായനം പഠിച്ചു വെക്കണേ. ദക്ഷിണായനം ആരുടേതാണ്? VTയുടേതാണ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ മണ്ണ് VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. കരിഞ്ചന്ത VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. ഈ ഒരു ചോദ്യം കൂടി ചോദിച്ചതാണ്. കർമ്മവിഭാഗം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ് കർമ്മവിഭാഗം. ജീവിത സ്മരണകൾ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. പണ്ഡിറ്റ് കറുപ്പൻ പഠിക്കാം. പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹത്തിന്റെ ജന്മഗൃഹം പഠിക്കണേ. സാഹിത്യ കുടീരമാണ് കേട്ടോ. പ്രീവിയസ് ആണ്. സാഹിത്യ കുടീരം ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മഗൃഹമാണ് സാഹിത്യ കുടീരം എന്ന് പറയുന്നത്. അത് ഈ പണ്ഡിറ്റ് KP കറുപ്പൻ എന്നല്ലേ നമ്മൾ പറയുക? KP. എന്താ ഈ KPയുടെ ഫുൾ ഫോം? കണ്ടത്തുപറമ്പിൽ പപ്പുക്കറുപ്പൻ എന്നാണ് കേട്ടോ KP കറുപ്പന്റെ ശരിയായിട്ടുള്ള പേര് എന്ന് പറയുന്നത്. അരയ സമുദായത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഏതാണ്? അരയ കേട്ടോ. അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അതേപോലെ പിന്നെ കറുപ്പൻ എന്താണ്? കറുപ്പിനെ കുറിച്ച് നമുക്ക് വേറെ എന്തൊക്കെയാണ്? കേരള ലിങ്കൺ അല്ലേ? മെയിൻ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അതേപോലെ ഇദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്ത് ചെയ്തത്? അദ്ദേഹത്തിന് അംഗത്വം അസംബ്ലിയിൽ അംഗമാകുന്നത്. അതേപോലെ ഇദ്ദേഹം മരിക്കാൻ കാരണമായത് എന്താണ്? ഈ പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചിട്ടാണ് കേട്ടോ. പ്ലൂറസി എന്ന ശ്വാസകോശം രോഗം ബാധിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂരാണ്. എവിടെയാണ്? ചേരാനെല്ലൂർ. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചേരാനെല്ലൂരാണ്. എവിടെയാണ്? ചേരാനെല്ലൂർ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പണ്ഡിറ്റ് കറുപ്പന്റെ ഇത്രയും കാര്യങ്ങൾ. സാഹിത്യ കുടീരമാണ് ജന്മഗൃഹം. അരയ സമുദായത്തിലാണ് ജനിച്ചത്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 1925 അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നത്. പ്ലൂറസി എന്ന ശ്വാസകോശത്തെ തുടർന്നിട്ട് മരണം കൈവരിക്കുന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം. പിന്നെ ചേരാനെല്ലൂരാണ് അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെന്തൊക്കെയാ? അദ്ദേഹം സ്ഥാപിച്ചത് അല്ലെ സഭ, കല്യാണദായിനി സഭ. കല്യാണദായിനി സഭ എന്താ അതിന്റെ പ്രത്യേകത? കല്യാണദായിനി സഭയുടെ പ്രത്യേകത ഏതാ വർഷം സ്ഥാപിച്ചത്? 1912. 1912 കല്യാണദായിനി സഭ സ്ഥാപിക്കുന്നത്. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കിയല്ലോ അല്ലെ? വായിച്ചു കിട്ടോ? സാഹിത്യ കുടീരം, അരയ സമുദായത്തിൽ ജനിച്ചു. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്. 1925 അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നത്. പ്ലൂറസി എന്ന ശ്വാസകോശ രോഗത്തെ തുടർന്നിട്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മാരകം ചേരാനെല്ലൂർ. കല്യാണദായിനി സഭ 1912. പിന്നെ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നത്. കൊച്ചി
വായിച്ചു നോക്കണേ. കൊച്ചി പുലയ മഹാസഭ. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നത് എപ്പോഴാണ്? 1913 കേട്ടോ. കല്യാണദൈനി സഭ 1912. കൊച്ചി പുലയ മഹാസഭ 1913. അരയ സമാജം 1907 കേട്ടോ. 1907 അരയ സമാജം സ്ഥാപിക്കുന്നത്. അരയ വംശോധാരിണി സഭ അരയവംശോധാരിണി സഭ സ്ഥാപിക്കുന്നത്. പിന്നെ അരയവംശോധാരിണി സഭ പണ്ഡിറ്റ് കറുപ്പൻ. അരയവംശ പരിപാലന യോഗം അതാരാ? ഇതെപ്പോഴും കൺഫ്യൂഷൻ വരും. ആരാ? അത് വേലുക്കുട്ടി അരയനാണ് കേട്ടോ. അതാരാണ്? വേലുക്കുട്ടി അരയനാണ് ഇത് സ്ഥാപിക്കുന്നത്. വായിച്ചു നോക്കിക്കോ. കല്യാണദൈനി സഭ 12, കൊച്ചി പുലയ മഹാസഭ 13, അരയ സമാജം 1907, അരയവംശോധാരിണി സഭ സ്ഥാപിച്ചത്. പിന്നെ അരയവംശ പരിപാലന സോമാണെങ്കിൽ വേലിക്കുട്ടി അയ്യനാണ് കേട്ടോ. ഇദ്ദേഹത്തിന് വിദ്വാൻ എന്ന ഒരു പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന പദവി ആരാ കൊടുത്തത്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേട്ടോ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് വിദ്വാൻ എന്ന പദവി കൊടുത്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കവിതിലക പട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കവിതിലക പട്ടം. അതുപോലെ തന്നെ സാഹിത്യ നിപുണൻ, കവിതിലക പട്ടം, സാഹിത്യ നിപുണൻ എന്ന പദമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കൊടുത്തത് കൊച്ചി മഹാരാജാവാണ്. ആരാണ്? കൊച്ചി മഹാരാജാവ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംഘടനകൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഒന്ന് കല്യാണദായിനി സഭ, കല്യാണദായിനി സഭ. പിന്നെ ഏതാണ് പറയുന്നത്? അരയവംശോധാരിണി സഭ, അരയവംശോധാരിണി സഭ. കൊച്ചി പുലയ മഹാസഭ. ഒക്കെ സഭകളാണ് അല്ലെ? കൊച്ചി പുലയ മഹാസഭ. പിന്നെ സന്മാർഗ പ്രദീപ സഭ. ഏതാണ്? സന്മാർഗ പ്രദീപ സഭ സ്ഥാപിക്കുന്നുണ്ട്. ബാലസമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാ? 2013 കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആദ്യമായിട്ട് പണ്ഡിറ്റ് KP കറുപ്പൻ പുരസ്കാരം നേടിയത് ആരാ? സുഗതകുമാരിയാണ് കേട്ടോ. സുഗതകുമാരിയാണ് ആദ്യമായിട്ട് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിക്കുന്നത്. ആർക്കാണ്? സുഗതകുമാരിക്കാണ്. അതുപോലെ 1913 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കായൽ സമ്മേളനം നടക്കുന്നുണ്ട് അല്ലെ? അതില് കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും ആര് തന്നെയാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1913. അതേപോലെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതി ഏതാ? പണ്ഡിറ്റ് KP കറുപ്പന്റെ ആദ്യത്തെ കൃതി ഏതാണ്? ലങ്കാമർദ്ദനമാണ്. ഏതാണ്? ലങ്കാമർദ്ദനം. എങ്കിൽ പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യത്തെ കവിത ഏതാ? പണ്ഡിറ്റ് KP കറുപ്പന്റെ ആദ്യത്തെ കവിത സ്തോത്ര മന്ദാരം ആണ്. എന്താണ്? സ്തോത്ര മന്ദാരം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതയാണ് കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബുക്ക് ഏതാ? ആദ്യത്തിന്റെ ബുക്ക് ജാതിക്കുമ്മിയാണ്. ജാതിക്കുമ്മി കേട്ടോ. ജാതിക്കുമ്മി. അപ്പൊ ആദ്യത്തെ കൃതി ഏതാന്ന് ചോദിച്ചാൽ ലങ്കാമർദ്ദന. ആദ്യത്തെ കവിത ഏതാന്ന് ചോദിച്ചാൽ സ്തോത്രമന്ദാര. ആദ്യത്തെ ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ ജാതിക്കുമ്മിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടക കൃതി ഏതാ? പ്രീവിയസ് ആണ്. നാടകകൃതി ബാലകലേശമാണ്. ഏതാണ്? ബാലകലേശമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് സാഹിത്യ രചനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് ഏത്? ഉദ്യാന വിരുന്ന് ചോദിച്ചിട്ടുണ്ട്. ഉദ്യാന വിരുന്ന് ആരുടേതെന്ന് ചോദിച്ചിട്ടുണ്ട്? പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ് ഉദ്യാന വിരുന്ന് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ മരിച്ച സമയത്ത് പണ്ഡിറ്റ് KP കറുപ്പന് വളരെയധികം അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മനം നൊന്നിട്ട് അദ്ദേഹം സമർപ്പിച്ച ഒരു കൃതിയാണ് സമാധി സപ്താഹം എന്ന് പറയുന്നത്. സമാധി സപ്താഹം. പണ്ഡിറ്റ് KP കറുപ്പൻ സമാധി സപ്താഹം ട്ടോ. ഏതാണ്? സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തെ തുടർന്നിട്ട് അദ്ദേഹത്തിന് മനം നൊന്നിട്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് സമാധി സപ്താഹം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് നമുക്ക് പൊയ്കയിൽ യോഹന്നാൻ നോക്കാം കേട്ടോ. ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. എന്താ പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് പഠിക്കേണ്ടത്? കുമാരഗുരുദേവൻ അല്ലേ? ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. പത്തനംതിട്ട ജില്ലയിൽ കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ ഇരവിപേരൂർ. പ്രിയസിക്ക് ഇഷ്ടമാണ് ഇരവിപേരൂരിനെ. ഇരവിപേരൂർ ചോദിക്കാറുണ്ട്. ഇരവിപേരൂര് പത്തനംതിട്ട ഇരവിപേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താ? കൊമരൻ എന്നാണ്. എന്താണ്?
കൊമാരൻ അല്ലെങ്കിൽ കുമാരൻ രണ്ടും പറയും കേട്ടോ. അതാണ് പൊയ്കയിൽ യോഹന്നാന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്നതും പൊയ്കയിൽ യോഹന്നാൻ തന്നെയാണ്. പിന്നെ അദ്ദേഹം ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് കേട്ടോ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ കൂടിയിട്ടാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടേതാണ്? പൊയ്കയിൽ യോഹന്നാന്റേതാണ്. 1909 അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത്. ഇതിന്റെ ആസ്ഥാനം ഇരവിപേരൂരാണ്. ഇതിന്റെ ആസ്ഥാനം. ഓക്കെ, ഇതിന്റെ രക്ഷാധികാരി ആരാന്ന് ചോദിച്ചാലും അത് കുമാര ഗുരുദേവനാണ്. ഇതിന്റെ മുഖപത്രം എന്തെന്ന് ചോദിച്ചാൽ ഇതിന്റെ മുഖപത്രം എന്താണ്? ആദിയാർ ദീപമാണ്. ഏതാണ്? ആദിയാർ ദീപമാണ് ഇതിന്റെ മുഖപത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് സ്ഥാപിച്ചതിന് ശേഷമാണ് യോഹന്നാൻ എന്ത് ചെയ്യുന്നത്? ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 സ്ഥാപിക്കുന്നില്ലേ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് പല പേരുകൾ ലഭിക്കുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ എന്നൊക്കെ പേര്. നമ്മളിപ്പോൾ നേരത്തെ കുമാര ഗുരുദേവൻ എന്ന് പറയില്ലേ, അതൊക്കെ 1909 ശേഷമാണ് അദ്ദേഹത്തിന് ഈ പേരുകളൊക്കെ ലഭിക്കുന്നത് കേട്ടോ. പൊയ്കയിൽ അപ്പച്ചൻ എന്നും കുമാര ഗുരുദേവൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അടിലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അടിലഹള കേട്ടോ. ആരാണ്? യോഹന്നാനാണ്. അടിലഹളയുടെ പ്രത്യേകത എന്താ? ദളിതരുണ്ടല്ലോ, അവരുടെ മോചനത്തിനായിട്ട്, അതായത് വളരെയധികം കഷ്ടപ്പെടുന്ന ദളിതർക്ക് വേണ്ടിയിട്ട്, അവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭമാണ് ഇത് അടിലഹള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ദളിത് സമുദായത്തിന് വേണ്ടിയിട്ട് അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദളിത് സമുദായത്തിന് വേണ്ടിയിട്ട് അടിലഹള നടത്തി. അതുപോലെ തന്നെ വാകത്താനം ലഹള നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എന്താ പറയാ, മുണ്ടക്കയം ലഹള. ഏതാണ്? മുണ്ടക്കയം കേട്ടോ. ഇതൊക്കെ ദളിത് വംശജർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മുണ്ടക്കയം ലഹള. പിന്നെ മംഗലം ലഹള, വെള്ളനാടി സമരം, കൊഴുക്കുംചിറ ലഹള, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഇതൊക്കെ ദളിത് വംശജർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സമരങ്ങളാണ്. പിന്നെ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. യോഹന്നാൻ ശ്രീമൂലം പ്രജാസംഘമായിട്ട് 1921 1931 എന്ത് ചെയ്തിട്ടുണ്ട്? 2 തവണ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം കേട്ടോ. 1921 1931 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തത് ഏതാണ്? AKG ആണ്. ഏതാണ്? AKG അല്ലേ? AKG കുറിച്ചിട്ട് നമുക്ക് പഠിക്കുമ്പോൾ പെരളശ്ശേരി കേട്ടോ. പെരളശ്ശേരി കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇത്തിരി നീട്ടം കമ്മിയായി അല്ലേ? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. അതുപോലെ തന്നെ 1930 ഉണ്ടല്ലോ AKG ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ അല്ലെ? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആരംഭിച്ച വർഷം 1958 കേട്ടോ. പിന്നെന്തൊക്കെയാ നമുക്ക്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ അല്ലേ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ശ്രദ്ധിക്കണേ, വോളണ്ടിയർ ക്യാപ്റ്റൻ ആര് എന്ന് ചോദിച്ചാൽ അത് AKG ആണ്. എപ്പോഴാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്? 1931 ഇദ്ദേഹമാണ് പട്ടിണി ജാഥ നടത്തുന്നത് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചിട്ട് പട്ടിണി ജാഥ നടത്തുന്നത് എവിടെ മുതൽ? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തുന്നത്. ആ പട്ടിണി ജാഥയിൽ 32 പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതേപോലെ പിന്നെ നമുക്ക് AKG കുറിച്ച് പഠിക്കണമെങ്കിൽ ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് ആരെന്ന് പറയുന്നത്? AKG എന്ന് പറയുന്നത് കേട്ടോ. ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് ആര്? AKG എന്ന് പറയുന്നത്. പിന്നീട് AKG ദിനം എന്ന മാർച്ച് 22 കേട്ടോ. മാർച്ച് 22 AKG ദിനം. അദ്ദേഹം 1977 മരിക്കുന്നത്. പിന്നെ
AKGയുടെ ശവകുടീരം എവിടെയാ? പയ്യാമ്പലത്താണ് കേട്ടോ. AKGയുടെ ശവകുടീരം പയ്യാമ്പലത്താണ്. എന്നാൽ AKGയുടെ പ്രതിമ എവിടെയാ? AKGയുടെ പ്രതിമ കണ്ണൂരാണ് കേട്ടോ. AKGയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. AKGയുടെ ആത്മകഥ എന്താ? AKGയുടെ ആത്മകഥ എൻ്റെ ജീവിതകഥ. എൻ്റെ എന്നും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ജീവിതകഥ ഇതാണ് AKGയുടെ ആത്മകഥയാണ്. പിന്നെ ഇവിടെ ഞാൻ അദ്ദേഹത്തിന്റെ ഓരോരോ കൃതികളൊക്കെ എഴുതി വെക്കാം. പ്രധാനപ്പെട്ട കൃതികൾ. ആത്മകഥ നമ്മൾ പറഞ്ഞു, എൻ്റെ ജീവിതകഥ എന്ന് പറഞ്ഞു അല്ലേ. മണ്ണിനു വേണ്ടി, മണ്ണിനു വേണ്ടി ആരുടേതാണ്? AKGയുടേതാണ്. മണ്ണിനു വേണ്ടി. പിന്നെ ഹരിജനം, ഹരിജനം, എൻ്റെ ഡയറി, എൻ്റെ ഡയറി. പിന്നെ ഞാൻ ഒരു പുതിയ ലോകം കണ്ടു, ഞാൻ ഒരു പുതിയ ലോകം, ഞാൻ ഒരു പുതിയ ലോകം കണ്ടു. എൻ്റെ പൂർവകാല സ്മരണകൾ, എൻ്റെ പൂർവകാല സ്മരണകൾ. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി. ഇതൊക്കെ ആരുടേതാണ്? AKGയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് എന്ത് ചെയ്തു? ഇത്രയും നവോത്ഥാന നായകരുടെ എന്ത് ചെയ്യുക? സ്റ്റേജ് 1ലും പിന്നെ നമുക്കറിയാവുന്ന ഉച്ചയ്ക്ക് ശേഷം തന്നെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്യാൻസൽ ആയത് അല്ലെ. ആ ക്വസ്റ്റ്യൻ പേപ്പറിലും 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ നവോത്ഥാന നായകരാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും അവരിൽ നിന്ന് ചോദ്യങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാം. ഇത്രയും നവോത്ഥാന നായകന്മാര് അടുത്ത എക്സാമിന് പോകുമ്പോഴേക്കും ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. അങ്ങനെ ഇതേപോലെ 2ലും വന്നിട്ടുള്ള ഏരിയകൾ നമുക്ക് അടുത്ത ക്ലാസ്സിലുണ്ട്. ഇതേപോലെ ഇനി അടുത്ത ടോപ്പിക്, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ ഏതെന്നായാലും ഇതേപോലെ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.